ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ആവേശകരമായ ഒരു വിജയമാണ് ഇന്ന് കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയ്ക്കെതിരെ സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യ പകുതിയിൽ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. പിന്നീട് ഗോളുകൾ ഒന്നും പിറന്നില്ല. അതുകൊണ്ട് തന്നെ സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കരുതിയിരുന്ന ആ സമയത്താണ് സൂപ്പർ സബ്ബായിക്കൊണ്ട് മറ്റിയാസ് ഹെർണാണ്ടസ് അവതരിക്കുന്നത്. അദ്ദേഹം ഇറങ്ങിയ ഉടൻ തന്നെ ഒരു ഹെഡർ ഗോൾ നേടുന്നു. എബിൻ ദാസ് ആണ് അസിസ്റ്റ് നൽകിയത്. അതോടുകൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് വിജയം ഉറപ്പാക്കിയിട്ടുള്ളത്. വിലപ്പെട്ട 3 പോയിന്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷെ മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ആരാധകർക്ക് നിരാശ നൽകുന്ന, അതല്ലെങ്കിൽ ആരാധകരുടെ ഹൃദയം തകർത്ത ഒരു കാഴ്ച അവിടെ സംഭവിച്ചിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ കെവിൻ യോക്ക് അവസാനത്തിൽ ഒരു ഗോൾ നേടി. ഒരു പാസ് വരുന്നു, അജിസലും കെവിൻ യോക്കും അവിടെയുണ്ട്. ആദ്യം അജിസൽ ബോളിൽ ഒന്ന് സ്പർശിക്കുന്നുണ്ട്, പിന്നീട് കെവിൻ യോക്ക് അതെടുക്കുന്നു. കെവിൻ യോക്ക് അത് ഗോളാക്കി മാറ്റുന്നു. നല്ല രൂപത്തിൽ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്നു. കാരണം അദ്ദേഹം അത്രമേൽ ആഗ്രഹിച്ച ഒരു ഗോളായിരുന്നു ഇത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഗോളായിരുന്നു അത്. അങ്ങനെ ജേഴ്സിയൊക്കെ ഊരിക്കൊണ്ടുള്ള ഒരു കിടിലൻ സെലിബ്രേഷൻ കെവിൻ യോക്ക് നടത്തുന്നു. പക്ഷെ പിന്നീട് റഫറി അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒഡീഷ FC താരങ്ങൾ ലൈൻ റഫറിയോട് തർക്കിക്കുന്നു. ലൈൻ റഫറി അവിടെ ആദ്യമേ ഓഫ് സൈഡ് വിളിച്ചിരുന്നു, പക്ഷെ മുഖ്യ റഫറി അത് വിളിച്ചിരുന്നില്ല. പിന്നീട് ഒഡീഷ FC താരങ്ങൾ തർക്കിച്ചുകൊണ്ട് ആ ഒരു ഓഫ് സൈഡ് നേടിയെടുക്കുന്നു. അങ്ങനെ ആ ഗോൾ പിൻവലിക്കുകയും ചെയ്യുന്നു. മുഖ്യ റഫറി ആ ഗോൾ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടുകൂടി കെവിൻ യോക്കിന്റെ ആ ഗോൾ മിസ്സായി എന്നുള്ളത് മാത്രമല്ല, ജേഴ്സി ഊരി സെലിബ്രേറ്റ് ചെയ്തതിന് അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ഗോളൊട്ടും ലഭിച്ചതുമില്ല, അതേസമയം വെറുതെ ഒരു യെല്ലോ കാർഡ് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അജിസലാണ് അവിടെ ഓഫ് സൈഡിൽ കലാശിച്ചത് എന്നാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നത്. ഏതായാലും കെവിൻ യോക്ക് ആദ്യ ഗോൾ നേടി എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം നല്ല രൂപത്തിൽ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ആ ഒരു ഗോൾ നഷ്ടമായി, ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വരികയും ചെയ്തു. അത് നിരാശ നൽകുന്ന കാര്യമാണ്. പക്ഷെ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവായ ഒരു കാര്യം. അവസാന നിമിഷത്തിൽ ഗോൾ നേടിക്കൊണ്ടാണ് വിലപ്പെട്ട 3 പോയിന്റുകൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.